ഹായ് എവ്രി വൺ. ഇന്ന് താങ്ക്സ് ഗിവിങ് കഴിഞ്ഞുള്ള സാറ്റർഡേ ആണ്, 29th നവംബർ 2025. എന്ത് പെട്ടെന്നായല്ലേ ഒരു വർഷമൊക്കെ നമ്മളെ വിട്ട് കടന്നിങ്ങനെ പോകുന്നത്. ഇന്ന് എൻ്റെ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കണമെന്നുള്ള പെട്ടെന്ന് ഒരു ബോധോദയം വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ആഫ്റ്റർ ലുക്ക്, ആഫ്റ്റർ ഹെയർ കട്ട് ആൻഡ് സ്റ്റൈലിംഗ്. കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇവിടെ താങ്ക്സ് ഗിവിങ് ഒക്കെ ആയിരുന്നു, അതൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ സിസ്റ്ററും ഫാമിലിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ. അങ്ങനെ നല്ലൊരു സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഇവിടെയൊക്കെ അവധിയുള്ള ഒരു ദിവസമാണ് താങ്ക്സ് ഗിവിങ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസവും സാധാരണ കമ്പനീസിനൊക്കെ അവധിയാണ്. അപ്പം എനിക്ക് നല്ലൊരു ബ്രേക്ക് കിട്ടി ജോലിയിൽ നിന്ന്. ഇന്ന് ഞാൻ ആകെ ചെയ്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, രാവിലെ എണീറ്റു, നമ്മുടെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ നേരെ ഹെയർ സലൂൺ അപ്പോയിൻമെൻറ്റിന് പല സലൂണിൽ വിളിച്ചു. ബിക്കോസ് ഇവിടെയൊക്കെ എല്ലാം നേരത്തെ അപ്പോയിൻമെൻ്റ് എടുക്കണം. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ തോന്നിയില്ല. പിന്നാവട്ടെ എന്ന് വെച്ചിരുന്നു. പക്ഷേ ഇന്ന് ഭയങ്കര തോന്നൽ, എങ്ങനെയും ഹെയർ കട്ട് ചെയ്തേ മതിയാവും. അപ്പോൾ ഞാൻ പല സലൂണിൽ വിളിച്ച് ചോദിച്ചു. അങ്ങനെ ഫൈനലി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയ സലൂണിൽ തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. പക്ഷേ ഞാൻ വിചാരിച്ച സ്റ്റൈലിസ്റ്റിനെ അല്ല കിട്ടിയത്, വേറൊരാളെയാണ്. അപ്പം ഇന്ന് എൻ്റെ ഈ ഹെയർ കട്ട് ചെയ്തത് ഈ വിർജീനിയ സ്റ്റേറ്റിൽ തന്നെ 40+ ഇയേഴ്സായിട്ട് ഹെയർ സ്റ്റൈലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ്. അപ്പം ഞാൻ ചോദിച്ച ഹെയർ സ്റ്റൈലിസ്റ്റ് ഇന്ന് അവൈലബിൾ അല്ലായിരുന്നു. ബട്ട് സംഹൗ എനിക്ക് ഇന്ന് തന്നെ ഹെയർ കട്ട് വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ തന്നെ സ്കെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഇദ്ദേഹത്തിന് ഇത്രയും ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന്. പക്ഷെ അവിടെ ചെന്ന് പുള്ളിക്കാരൻ ചോദിക്കുന്ന രീതിയും നമ്മൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്താ എന്നൊക്കെ ചോദിക്കുന്ന രീതിയും കണ്ടപ്പോൾ എനിക്ക് തോന്നി ഹി ഈസ് മോർ എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ, പ്രൊഫഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത്, അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പുള്ളി വളരെ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് പുള്ളിക്കാരൻ്റെ ആ ഒരു പ്രൊഫഷണൽസോ ഒക്കെ മനസ്സിലായി. പുള്ളിക്കാരൻ വളരെ പേഷ്യൻ്റായിട്ട് ഞാൻ പറയുന്നതൊക്കെ കേട്ടു. ഞാൻ പിന്നെ ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തതാണ് എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്. സോ ഹി വാസ് ഹാപ്പിലി ലിസ്ണിങ് ടു ദാറ്റ്. എന്നിട്ട് അതിനനുസരിച്ചാണ് പുള്ളിക്കാരൻ എൻ്റെ മുടിയൊക്കെ വെട്ടി സ്റ്റൈൽ ചെയ്ത് തന്നത്. സോ ഐ എം സോ ഹാപ്പി വിത്ത് ദാറ്റ് സർവീസ്. അല്ലേ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പറയുന്നത് കേട്ട് വെൻ ദേ ട്രൈ ദർ ബെസ്റ്റ്, നമുക്കും അവരോടുള്ള ഒരു റെസ്പെക്റ്റും ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ കൂടും അവരുടെ സർവീസിൽ. സോ ആക്ച്വലി ദിസ് ഹെയർ കട്ട് മെയ്ഡ് മൈ ഡേ ആൻഡ് ഐ എം സോ ഹാപ്പി. സോ ഹെയർ കട്ട് അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ഗ്രൂം ചെയ്യുന്നത് ഇച്ചിരി എഫേർട്ട് ഇടേണ്ട കാര്യമാണ്. ചിലർക്ക് ഇറ്റ് ബ്രിങ്സ് മോർ ഹാപ്പിനെസ് ഇൻ ദർ ലൈഫ്. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. എനിക്ക് ഇച്ചിരി ഒന്ന് ഡൗൺ ആയിരിക്കുമ്പോഴത്തേന് പുറത്തോട്ടൊന്ന് ഇറങ്ങി ഒരു ഷോപ്പിംഗ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഒന്ന് ഷോപ്പിംഗ് മോളിലൊന്ന് കറങ്ങുന്നതോ, അല്ലെങ്കിൽ ഒന്ന് പോയി മുടിയൊക്കെ വെട്ടി ഒന്ന് എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ടൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴോ എൻ്റെ ആ മൂഡ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. സോ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. രാവിലെ കുറച്ച് മൂഡ് ഔട്ടൊക്കെ ആയിട്ടാണ് എണ്ണീറ്റത്. പക്ഷേ ഒന്ന് പുറത്ത് പോയി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് ഐ എം ഓൺ ഫുൾ എനർജി നൗ. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് സൺഡേ. താങ്ക് യു ഓൾ.